കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡിനോട് അധികൃതർ അനാസ്ഥ കാട്ടുന്നതായി ആരോപണം. ഫണ്ട് അനുവദിച്ചിട്ടും കോൺട്രാക്ടർ മനഃപൂർവ്വം നിർമ്മാണം വൈകിപ്പിക്കുന്നതായാണ് ആക്ഷേപം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡാണ് കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡ്. 35 വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. 25 വർഷങ്ങൾക്കുള്ളിൽ 2 തവണ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുമായി മാറിയിട്ട് വർഷങ്ങളായി. 1 വർഷം മുമ്പ് റോഡ് ടാറിങ്ങിനായി വാർഡ് കൗൺസിലർ 9 ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇതോടെ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പരാതികളും നൽകി. 3 ആഴ്ച മുമ്പ് കോൺട്രാക്ടർ JCB ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചു. ഇത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈ റോഡിന് ഒരു പുനർജനനം അല്ലെങ്കിൽ ഇതിന്റെ റിപ്പയർ നടക്കാനായിട്ട് പരാമർശത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരുമില്ല. ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം 120ഓളം കുടുംബങ്ങളും നിരവധി അന്യ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നതാണ്. ആ ഒരു വലിയൊരു ഗർത്തം സംഭവിച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടിയുടെ അടിതട്ടി വണ്ടിയുടെ ഇഞ്ചിൻ സമ്പ് പൊട്ടി ഓയിൽ ഒഴുകി എഞ്ചിന് കനത്ത കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. 9 ലക്ഷം രൂപ ഉപയോഗിച്ച് 330 മീറ്റർ ദൂരമാണ് ടാർ ചെയ്യാൻ റോഡ് പൊളിച്ചിരിക്കുന്നത്. കൂടാതെ പാച്ച് വർക്കിനായി 2.5 ലക്ഷവും ഐറിഷ് ഓട നിർമ്മാണത്തിന് 4 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കോൺട്രാക്ടർ നിർമ്മാണം താമസിപ്പിക്കുന്നതായാണ് പരാതി. യാതൊരു വിധത്തിലും നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ വണ്ടി പോകുമ്പോൾ കല്ലുകൾ തെറിക്കുകയാണ്. അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുകയാണ്. ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥ ഈ അടുത്ത നാളിലെങ്ങും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ട നടപടികൾ എത്രയും വേഗം നമ്മുടെ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. നിരവധി സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന റോഡിനോടാണ് അധികൃതർ അനാസ്ഥ കാണിക്കുന്നത്. 200ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ.